ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ച് ആദ്യം മുസ്ലിം പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തെ ഒന്ന് പഠിപ്പിക്കണം. അവർക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അവര് വിചാരിച്ചിരിക്കുന്നത് പച്ച പുറം ചട്ടയിലും ചുവന്ന പുറം ചട്ടയിലും നീല പുറം ചട്ടയിലുമൊക്കെ അള്ളാഹു ആകാശത്ത് നിന്ന് പ്രസ്സില് ഉസ്മാൻ പ്രിന്റും സൗദി പ്രിന്റും ഒക്കെയായി അച്ചടിച്ചിട്ട് പുസ്തക രൂപത്തിൽ ഇങ്ങനെ ഒരു മഴ പോലെ ഇറക്കി തന്നതാണെന്നാണ്. നമ്മൾ ഇറങ്ങി നിന്ന് ഇങ്ങനെ കൈ കാണിക്കുമ്പോഴേക്ക് നമ്മുടെ കയ്യിൽ ഖുർആൻ വന്ന് വീണ്ടും അടയ്ക്കും അടുക്കും അടയ്ക്കും അടുക്കും, അങ്ങനെ പിടിച്ചും അടച്ചും അടുക്കിയും നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഖുർആൻ എന്നാണ് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരുടെ ചിന്താഗതി. അത് മാറേണ്ടിയിരിക്കുന്നു. മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. പ്രവാചകന്റെ മേൽ അള്ളാഹു ഇറക്കിയ ഖുർആൻ, പ്രവാചകനെ അള്ളാഹു അറിയിച്ച മഹത്തായ ഒരു വലിയ ബാധ്യത പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടാണോ മരിച്ചത്, അതല്ല അല്ലാതെയാണോ എന്ന് പറഞ്ഞു കൊടുക്കണം. ഖുർആൻ പൂർത്തീകരിച്ച് ഖുർആനിന്റെ പൂർത്തീകരണമായി കഴിഞ്ഞു, ഇനി വെളിപാട് നിനക്കുണ്ടാകില്ല, ഇതാണ് അവസാന വചനം എന്ന് പറഞ്ഞ് അള്ളാഹു വാനലോകത്തു നിന്നും ജിബ്രീലിനെ വിട്ടോ? അതോ പ്രവാചകൻ മരിക്കുന്നതുവരെ ഖുർആൻ വചനങ്ങൾ ദൈവിക വെളിപാടു വഴി ജിബ്രീൽ മുഖേന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസിലുള്ളത്? ഇതൊക്കെ സാധാരണക്കാരന്റെ സംശയങ്ങളാണ്. മുസ്ലിം സമുദായത്തിന് ആദ്യമായി നിങ്ങൾ കോൺക്രീറ്റ് ചെയ്ത ബേസ് ഉണ്ടാക്കി കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് മഹാകുംഭമേളയിൽ ലക്ഷക്കണക്കിന് ആളുകൾ സനാതന ധർമ്മം സ്വീകരിച്ചു പോകുന്നതും മുസ്ലിം പുരോഹിതർ വാവിട്ട് നിലവിളിക്കുന്നതും. ഈ മുസ്ലിങ്ങളെ സനാതന ധർമ്മം സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടി കലാപങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ ആദ്യം കോൺക്രീറ്റ് ഇട്ട വിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം. ഖുർആൻ ക്രോഡീകരിച്ചത് ആരാണ്, എപ്പോഴാണ്, ആരാണിത് വിശ്വസനീയമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത്? ഈ രൂപത്തിൽ ഇന്ന ഇന്ന അധ്യായങ്ങൾ ഇവിടെ, ഇന്ന ഇന്ന അധ്യായങ്ങൾ ഇവിടെ, ഈ അധ്യായങ്ങൾക്ക് ഇതേ പേരുകൾ, ഇത്ര വചനങ്ങളാണ് ഒരു അധ്യായത്തിൽ ഉള്ളത്. ഇതൊക്കെ ആരോട് എപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞേൽപ്പിച്ചത്? ഒന്നാം അധ്യായമായി സൂറത്തുൽ ഫാത്തിഹയെ എണ്ണണം. അതിനകത്ത് 7 വചനങ്ങളാണ്. ബിസ്മിയും അതിനകത്തുള്ള ഒരു വചനമായി തന്നെ എണ്ണണം. ഇത് എവിടെ നിന്ന് കിട്ടി? ഫാത്തിഹ ആമീൻ കൊണ്ടങ്ങ് അവസാനിച്ചു എന്നൊക്കെ നബി പറയണ്ടേ? പ്രവാചകന്റെ മേൽ അള്ളാഹു ഏൽപ്പിച്ച ഭാരിച്ചമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ പ്രവാചകൻ മരിച്ചു പോയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഖുർആൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചത് എന്നറിയണമെങ്കിൽ, ഖുർആനിൽ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ, ഈ സൃഷ്ടാവിന്റെ വചനങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ്, എപ്പോഴാണ് ഇറങ്ങിയത്, ആർക്കാണ് ഇറങ്ങിയത്, ഇതൊക്കെ അറിയണമെങ്കിൽ പ്രവാചകൻ മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച റഷ്യക്കാരനായ ബുഖാരിയുടെ പിന്നാലെ പോകണം. ആ റഷ്യക്കാരൻ പറഞ്ഞു തരണം അറബി ഭാഷ പോലും അറിയാത്ത, 10 വർഷം വരെ അന്ധനായി ജീവിച്ച, 13ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു ദിവസം കാഴ്ചശക്തി കിട്ടി എന്ന് ബ്ലണ്ടറുകളിൽ ഇറക്കപ്പെടുന്ന ഈ ബുഖാരി പറഞ്ഞു തരണം അറബി ഭാഷ പോലും അറിയാത്ത, റഷ്യക്കാരനായ, മക്കയും മദീനയും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി. പിൽക്കാലത്താണ് അദ്ദേഹം മക്കയിൽ വന്ന് 3 വർഷവും മദീനയിൽ വന്നിട്ട് ഏതാനും വർഷങ്ങളും താമസിച്ചിട്ട് മടങ്ങി പോകുന്നത്. നബിയെ കണ്ടിട്ടില്ല, നബിയുടെ സ്വഹാബി വര്യന്മാരെ കണ്ടിട്ടില്ല, നബിയുടെ അനുചരന്മാരെ കണ്ടവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് 3ാം ഖലീഫയായ ഉസ്മാൻ ഈ ഗ്രന്ഥങ്ങൾ എഴുതുന്നത്? ഹദീസുകൾ എഴുതുന്നത് ഖലീഫ അബൂബക്കറും ഖലീഫ ഉസ്മാനും, അലിയാണെന്ന് പറയുന്ന ആളുകളും വിരളമല്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ഹദീസുകളും ഹദീസുകളുടെ ഗ്രന്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്താണ് പ്രവാചകൻ, എന്താണ് ഖുർആൻ, എന്താണ് വെളിപാട്. നമുക്കറിയണ്ടേ ഇത്? ഖുർആനിന്റെ ബാധ്യതയാണല്ലോ നമ്മളെ സന്മാർഗത്തിലാക്കുക എന്നത് അള്ളാഹു പറയുന്നതാണ് കേട്ടോ. ഇനിയും ഖുർആനിന്റെ ക്രോഡീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇത് ഇന്ന് നമ്മുടെ കൈകളിലുള്ള ഈ ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ,
ഇത് ശരിക്കും ഖുർആനാണോ? ഇതാണോ നബിക്ക് ദൈവിക വെളിപാടായിട്ട് ഇറങ്ങിയ ഗ്രന്ഥം? ഇന്ന് മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ ആരാണ് എഴുതിയത്? എങ്ങനെയാണ് ഈ ഗ്രന്ഥം ഈ രൂപത്തിലായിട്ട് നമ്മുടെ കരങ്ങളിൽ എത്തിയത്? ഈ അധ്യായങ്ങൾ ആരാണ് തിട്ടപ്പെടുത്തിയത്? പടച്ചോൻ പറഞ്ഞെന്നും അത് മലക്ക് കേട്ടെന്നും അത് മലക്ക് വന്ന് നബിക്ക് ഓതിക്കൊടുത്തെന്നും ഒക്കെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ മുൻഗാമികൾ വിശ്വസിച്ചിരുന്നത് പോലെ നമ്മളും തൊള്ള തൊടാതെ വിഴുങ്ങണമെന്നാണോ ഇതൊക്കെ? മലക്കത് അല്ലാഹുവിൽ നിന്നും കേട്ടിട്ട് വന്ന് നബിക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാമായിരുന്നില്ലേ? നബി അത് അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴും അതിനകത്ത് തിരുത്തലുകൾ വരാമല്ലോ. അവര് പിന്നീട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വായ്മൊഴിയാണല്ലോ, വരമൊഴി അല്ലല്ലോ. ഇപ്പോ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എല്ലാവരും ഒരേപോലെയാണോ പഠിപ്പിക്കുന്നത്? അല്ല. ഈ സ്കൂളിലെ ഒരു സ്കൂളിൽ തന്നെയുള്ള കെമിസ്ട്രി പഠിപ്പിക്കുന്ന 4 അധ്യാപകന്മാർ 4 രൂപത്തിലായിരിക്കും പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നബിയിൽ നിന്നും കേട്ട് പഠിച്ച അനുചരന്മാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതേ രീതി തന്നെ കിട്ടുമെന്ന് ഉറപ്പുണ്ടാവും. നബിയാണല്ലോ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അവരത് കല്ലിലും മരത്തിലും അതുപോലെ മൃഗങ്ങളുടെ തോലുകളിലും പട്ടയിലും ഇതൊക്കെ എഴുതി വെച്ചു എന്നാണല്ലോ പിൽക്കാലത്ത് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ടത്. കുറച്ചാളുകൾ മനപ്പാഠമാക്കി. പിന്നീട് ഖലീഫ അബൂബക്കറും ഖലീഫ ഉസ്മാനും ചില എഴുത്തും വായനയും അറിയുന്ന ആളുകളെ വിളിച്ച് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതാൻ പറഞ്ഞു. ഇങ്ങനെയായിരുന്നു ഒരു ദൈവിക വെളിപാട് എഴുതി വെക്കേണ്ടിയിരുന്നത്. നിനക്കറിയുന്ന നീ എഴുതിക്കോ, അവനറിയാമോ അവനെ വിളിക്കുക, എന്നിട്ടൊരു ചെണ്ട കൊട്ടി വിളംബരം നടത്ത്. ഖുർആൻ അറിയുന്ന എല്ലാവരോടും ഇങ്ങോട്ട് പോരാൻ പറ. നീ എന്താടാ പഠിച്ചേ? ഇവിടെ എഴുതിക്കോ. നീ എന്താടാ പഠിച്ചേ? ഇവിടെ എഴുതിക്കോ. അപ്പൊ നബി എന്തോ ഉണ്ടാക്കാനാ വന്നത്? ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഉദ്ബോധനമായി അള്ളാഹു നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥം എന്തുകൊണ്ടാണ് നബി അത് പൂർത്തീകരിക്കാതെ പോയത്? ഖലീഫ ഉമർ എഴുതിപ്പിച്ചതെല്ലാം ഉസ്മാൻ ചുട്ടുകളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. പിന്നീട് ഉസ്മാന്റെ തലയിൽ ഉരുത്തിരിഞ്ഞ ആശയം വെച്ചിട്ട് എഴുതി പിടിപ്പിച്ച ഗ്രന്ഥമാണ് ഇന്ന് കാണുന്ന ഖുർആൻ. അതല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ പറയട്ടെ, നമുക്കത് വിശ്വസിക്കാം. ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് സൗദി പ്രിന്റും ഉസ്മാൻ പ്രിന്റും ഒക്കെ ഉണ്ട്. ഏത് ഖുർആനാ ശരിക്കുള്ള ഖുർആൻ? വർഷ എന്നൊരു ഖുർആൻ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ ഖുർആനിന്റെ പേരുകൾ നിങ്ങൾ കേട്ടോ? ഖുർആൻ വർഷ ഇന്നത് സ്ഥിതി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിലും. ഹഫ്സ്, ഖാലൂൻ, അൽ ബാസി, ഖുംബുൽ ഖുർആൻ, അദ്ദൂരി, ഹിഷാം, അൽ സൂരി, ഇബ്നു ദഖ്വാൻ, ഖലാഫ്, ഖല്ലാദ്, അബുൽ ഹാരിസ്, ഇബ്നു അയ്യാഷ്, ഇബ്നു വർദാൻ, ഇബ്നു ജമാസ്, റുവൈസുൽ ഖുർആൻ, റൗഹുൽ ഖുർആൻ, ഇഷാഖ്, ഇദ്രീസ് അൽ ഹദ്ദാദ്. ഇതൊക്കെ ഓരോ രാജ്യങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന ഖുർആനുകളാണ്. ഖുർആൻ ക്രോഡീകരണം എങ്ങനെയാണ് നടന്നത്? ആരാണ് അതിന് സാക്ഷ്യം വഹിച്ചത്, മേൽനോട്ടം വഹിച്ചത്? എങ്ങനെയാണ് ഈ ഖുർആനിനകത്ത് ഇത്രയും ആവർത്തനങ്ങൾ വന്നത്? പരസ്പര വൈരുദ്ധ്യങ്ങളും ന്യൂനതകളും വന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ഒരു തവണ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും 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 പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പിന്നെയും പിന്നെയും പറഞ്ഞപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ആയത്തുകൾ മനഃപാഠമാക്കി വെച്ചിരുന്ന ആളുകൾ പല യുദ്ധങ്ങളിലും മരണപ്പെട്ടു, പ്രത്യേകിച്ച് യമാമ പോലെയുള്ള യുദ്ധങ്ങളിൽ. അപ്പൊ ഇനിയുള്ള ജനതയിലേക്ക് ഈ ഖുർആൻ എത്തിക്കാൻ പറ്റില്ലേ എന്ന് ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഭയപ്പെടുന്നു, അവരത് ചിന്തിക്കുന്നു. അങ്ങനെ ഖുർആൻ മനഃപാഠമാക്കിയ ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്നല്ലോ. എല്ലാവരും വായോ, നിനക്കറിയുന്ന നീയും നിനക്കറിയുന്ന നീയും നിനക്കറിയുന്ന നീയും ഇതെല്ലാം ഒരു പുസ്തകത്തിലാക്കി അങ്ങ് എഴുതടാ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഖുർആനാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. എന്തുകൊണ്ടാണ് ഇത് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? ഖുർആൻ വായനക്കാര് തന്നെ പല രൂപത്തിലുണ്ടായിരുന്നു. നാഫി മദീന കാലഘട്ടം 785 AD, ഇബ്നു കസീർ മക്ക കാലഘട്ടം 737 AD,
അബു അമർ അൽ ഡമസ്കസ് കാലഘട്ടം 770 AD. ഇബ്നു അമീർ ബസറ കാലഘട്ടം 736 AD. ഹംസ കുഹ്ഫ കാലഘട്ടം 772 AD. അൽ ഖിസായി കുഹ്ഫ കാലഘട്ടം 804 AD. അബൂബക്കർ അസീം കുഹ്ഫ കാലഘട്ടം 778 AD. ഇവരൊക്കെ പല രൂപത്തിലായിരുന്നു ഖുർആൻ എഴുതിയിരുന്നത്. വായനക്കാരും പല രൂപത്തിൽ വായിച്ചു. കാരണം ഇതിന് വള്ളിയും പുള്ളിയും ഇല്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഇവരിൽ നിന്ന് കേട്ടെഴുതിയതാണ് ആളുകൾ. ഇതില് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇതിനനുസരിച്ച് ഇന്ന് നിലവിൽ 7 തരത്തിലുള്ള ഖുർആനുകളുണ്ട്. ഇതിന് പ്രകാരം കേട്ടെഴുത്തുകാർ ഇത് കേട്ടെഴുതിയതല്ലേ ഈ ഖുർആനുകൾ പലതരത്തിലായത്. ഇതിൽ പ്രധാനമായിട്ടുള്ള ചില ഖുർആനുകളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. അൽ വർഷ് അൾജീരിയയിലും സുഡാനിലും ടുണീഷ്യയിലും ഒക്കെ ഈ ഖുർആനാണ് ഓതപ്പെടുന്നത്. ഖാലൂൻ ലിബിയയിൽ ഈ ഖുർആനാണ് ഓതുന്നത്. ഹഫ്സ് പൊതുവെ മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ ഇത് കാണുന്നുണ്ട്. അദൂരി പടിഞ്ഞാറ് ആഫ്രിക്കയില്, പിന്നെ ചില സുഡാൻ പ്രദേശങ്ങളിലും ഇനിയും അനേകം ഖുർആനുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ ചേർത്ത് 10-12 ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഖുർആൻ അങ്ങ് ഉണ്ടാക്കി. ഒരു ഖുർആനിലുള്ള ആയത്തുകളല്ല അടുത്ത ഖുർആനിലുള്ളത്. ഇതിലുള്ളത് മൊത്തം അതിലില്ല, അതിലുള്ള അതേ രൂപത്തിലല്ല മറ്റതിലുള്ളതും. അതുകൊണ്ടാണ് ഇസ്ലാം പുരോഹിതന്മാര് തന്നെ തെറ്റായ പാരായണം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഖുർആനും ഹദീസും എമ്പാടും വേറെയുമുണ്ട്. എങ്ങനെയാണ് ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി പലതരത്തിലുള്ള ഖുർആനുകൾ ഉണ്ടാകുന്നത്? ഇതിൽ ഏത് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ തന്നെയാണ് ശരി എന്നുള്ളത് എന്താ ഉറപ്പ്? അപ്പൊ ഖുർആൻ വായിച്ചാലാണ് നമുക്ക് സ്വർഗം ലഭിക്കുന്നതെന്നും ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലാണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നതെന്നും പറയുമ്പോൾ ഏത് ഖുർആൻ അനുസരിച്ച് ജീവിച്ചാലാണ് മോക്ഷം ലഭിക്കുക? ഏത് ഖുർആൻ ബൈഹാർട്ട് ചെയ്താലാണ് ഹാഫിള് എന്ന് പറയുന്ന ബിരുദം കിട്ടുക? മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള ഹാഫിളുകൾ നമ്മുടെ ഈ നാട്ടിലുള്ള ഖുർആൻ തന്നെ വായിച്ചിട്ടാണോ ഹാഫിളുമാരായത്? ആദ്യം നിങ്ങൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടാകാം ബാക്കിയൊക്കെ. നന്ദി.